നമസ്കാരം. മഹാഭാരതം യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കൊല്ലം ജില്ലയിൽ അഞ്ചൽ എന്ന പ്രദേശത്തിന് സമീപമായി മാവള വഴി ഓലിയരി വെള്ളച്ചാട്ടം ഇതിന് സമീപമായിട്ടാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത്. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് തിരുമേനിയോട് ചോദിച്ചറിയാം. നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് ക്ഷേത്രത്തിന്. മുമ്പ് ഉരുൾപൊട്ടൽ മൂലം ക്ഷേത്രം നശിച്ച് മണ്ണിനടിയിലേക്ക് പോവുകയും പിന്നീട് അത് കാടായി കിടക്കുകയും ലക്ഷ്മിക്കുട്ടിയമ്മ എന്ന് പറയുന്ന അമ്മ സ്വപ്നദർശനം കിട്ടിയതിന് ശേഷമാണ് ഇത് നമ്മുടെ ഒരു ചെറിയ ഒരു കൽവിളക്കിൽ തുടങ്ങി ചെറിയൊരു കുളവും ശിവനും ഗണപതിയുമായിട്ട് തുടങ്ങിയതാണ്. പിന്നീട് അത് വിപുലീകരിച്ച് ദേവപ്രശ്നത്തിലേക്ക് എത്തുകയും ചെയ്തു. ശേഷം ലക്ഷ്മിക്കുട്ടിയമ്മയുടെ മരണശേഷം ഇത് മകളായ രത്നമ്മ കൈകാര്യം ചെയ്യുകയും ചെയ്തു. അഷ്ടമംഗല പ്രശ്നവിധി പ്രകാരം ക്ഷേത്രം പുനരുദ്ധരിക്കാൻ വേണ്ടിയിട്ട് കുടുംബക്കാരെല്ലാവരും ഒത്തുകൂടി കൈകാര്യം ചെയ്തു. ഇപ്പോൾ നിലവിൽ കാണുന്ന ക്ഷേത്രം ശിവന് ഭദ്രയായി 2 ശ്രീകോവിലായിട്ട് തുല്യ പ്രാധാന്യത്തോടുകൂടി കുടികൊള്ളുന്നു. ക്ഷേത്രത്തിൽ പ്രധാനമായിട്ട് ശിവന് നമുക്ക് ശിവരാത്രിക്ക് ഉത്സവമായിട്ടും ദേവിക്ക് ഉത്സവം മീനമാസ തിരുവാതിരയ്ക്ക് മീനത്തിരുവാതിരയായിട്ടും പൊങ്കാലയും ചന്ദ്രപ്പൊങ്കാലയും കളവെഴുത്ത് പാട്ടും ഓടുകൂടി ഇവിടുത്തെ 2 ഉത്സവങ്ങളും. മൂന്നാമതായിട്ട് നമുക്ക് ദേവിക്ക് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത് നമ്മുടെ നവരാത്രി ആഘോഷവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ദുർഗാഷ്ടമിക്ക് വലിയ ഗുരുതി നമുക്ക് ഈ സെപ്റ്റംബർ 30-നാണ് അത് വരുന്നത്. പിന്നെ നമുക്ക് എല്ലാ മാസത്തിലും ഉള്ളതുപോലെ കാവിലേക്ക് ആയില്യ പൂജയും. മറ്റൊരു പ്രധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത ക്ഷേത്രത്തിലൊന്നും നമ്മുടെ ഈ അടുത്ത പ്രദേശത്തൊന്നും കാണാത്തൊരു പ്രധാനമായ സംഭവം ഈ ഭദ്രാദേവി ഈ ബാധ ഉപദ്രവം ക്ഷേത്രദോഷം മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഈ ബാധകളെ യാണിയിൽ നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ ബാക്കിലായിട്ടൊരു പ്ലാവിൽ തറച്ച് മാറ്റുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ അത് ബാധാ ഉപദ്രവം മാറുന്നതായിട്ട് നല്ല വെള്ളിയാഴ്ചകളിലാണ് ആ വലിയ പൂജ. അത് പങ്കെടുത്തു കഴിഞ്ഞാൽ ആ ബാധാ ഉപദ്രവം ഉള്ളവർക്ക് അത് തറച്ച് മാറ്റാവുന്നതാണ്. മഹാഭാരതം യൂട്യൂബ് ചാനലിൻ്റെ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുന്നു. പുതിയൊരു അധ്യായമായി എത്തുന്നത് വരെ ബൈ.